ലഞ്ച് ബോക്സിലേക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. സോയാ ചങ്ക്സ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, പക്ഷേ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ആദ്യം നമുക്ക് സോയാ ചങ്ക്സ് എടുത്തൊന്ന് കഴുകിയെടുക്കാം. ഞാൻ ചെറിയ ടൈപ്പ് സോയാ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഈ ഒരു സോയ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വേറൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചു. ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്നുകൂടെ പിഴിഞ്ഞു കൊടുത്തിട്ട് വേണം കേട്ടോ ഇതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാൻ. കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി വെളിച്ചെണ്ണ തിളപ്പിച്ച് അതിലേക്ക് ഈ സോയാ ചങ്ക്സ് ഇട്ട് തീ കൂട്ടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. തീ കുറച്ച് വെച്ചാൽ എണ്ണ കുടിക്കും, അതുകൊണ്ടാണ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് അരി ഒരു പാത്രത്തിൽ അളന്നെടുക്കാം. 1 കപ്പ് അരി കൈമാ റൈസാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഒരു വലിയ സവാള ഇട്ട് കൊടുത്തു. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. മസാല ഇവിടെ വാടി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിനൊരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. സ്പൈസസുകളെല്ലാം ഇട്ട് കൊടുത്തു. കുറച്ച് സവാള അരിഞ്ഞിട്ട് കൊടുത്തേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വളരെ കുറച്ച് മതി. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒന്ന് വാടി വന്നപ്പം അരിയുടെ വെള്ളം കളഞ്ഞിട്ടിട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ വറുത്തെടുക്കുമ്പം ആ നെയ്യുടെയൊക്കെ ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കത്തുമില്ല. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തേ. കുറച്ച് അരി ഉള്ളതുകൊണ്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. അല്ലെങ്കിൽ 1.25 കപ്പ് വെള്ളമൊക്കെ മതിയാവും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് സവോള വാടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും മാത്രം മതിയേ പൊടികൾ. കുറച്ച് തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തു. മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തിട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു സോയാ ചങ്ക്സ് ഇല്ലേ അതിട്ട് കൊടുത്തു. വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം മസാല ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്, എല്ലാം കൂടെ പിടിച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് വേവിച്ച് വെച്ച് ചോറ് ഇട്ടിട്ട് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ദം ചെയ്തെടുത്താൽ അടിപൊളി വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു റെസിപ്പിയാണേ.